പിന്നെ പാർട്ട് ടൈം ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റുമോ, എക്സ്പെൻസ് എങ്ങനെയാണ്, നല്ലൊരു ഗുഡ് ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ട് ടൈം ഇല്ലാതെ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ജീവിക്കാന്നുള്ളത് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാ മാസവും നമുക്ക് ചിലവിനുള്ളതൊക്കെ അയച്ചു തരാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. കാരണം കുഴപ്പമില്ല, ഒരു $1500 അടുത്ത്, അതായത് ഒരു 1,00,000 അടുത്തൊക്കെ മാസം നമുക്ക് അയച്ചു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് ഓപ്ഷൻ ആയിരിക്കും. പാർട്ട് ടൈം ഇല്ലാണ്ടും നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾക്കൊരു നാട്ടിൽ നിന്ന് എല്ലാ മാസവും 1,00,000 അയക്കാമെന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ പാർട്ട് ടൈം പോയിട്ട് നമുക്ക് വേണമെങ്കിൽ മാസം ഒരു $1,000 1000-ന് മുകളിൽ വേണമെങ്കിൽ പാർട്ട് ടൈം വഴി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് പാർട്ട് ടൈം ചെയ്ത് ഇവിടെ നിൽക്കാൻ തന്നെയായിരിക്കും എല്ലാം കൊണ്ടും ബെറ്റർ. സിംഗപ്പൂർ ഒരു ഗുഡ് ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസ് കൂടിയിട്ടുള്ളൊരു കൺട്രിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ഞാൻ തന്നെ എല്ലാവരോടും പറയാറുണ്ട്, ഇതൊരു ടൂറിസ്റ്റായിട്ട് വരികയാണെങ്കിൽ സിംഗപ്പൂർ ഒരു നല്ല സ്ഥലമാണ്. പക്ഷെ ജീവിക്കാനായിട്ട് അത്ര സുഖമുള്ള ഒരു രാജ്യമൊന്നും, എല്ലാ രാജ്യവും അങ്ങനെയൊക്കെ തന്നെയാണ് എങ്കിൽ പോലും ഇവിടെ കുറച്ച് എല്ലാത്തിനും ചിലവുകൾ കൂടുതലുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.